മുൻ മന്ത്രി AC മൊയ്തീനെ പിടിച്ചുകൊണ്ടുപോയി ഇഡി അകത്ത് വെച്ചപ്പോ കണ്ടില്ലല്ലോ. നിങ്ങൾ അഴിമതി നടത്തുക. ഇന്നലെ രാത്രി അറസ്റ്റ് നടന്നപ്പോൾ ഇന്നലെ ഒരു അന്വേഷണ ഏജൻസി വരില്ല. അടിയിൽ കനമുള്ളവനെ ഭയക്കേണ്ടതുള്ളൂ, അടിയിൽ കനമില്ലാത്തവനെ ഭയക്കേണ്ടതില്ല. പരാതിയിലാണ് ഇഡി അന്വേഷണം നടത്തിയത്. ഇത്രയും വ്യക്തമായിട്ട് നുണ പറയുകയാണ്. ഈ AC മൊയ്തീനെതിരെ നിങ്ങളുടെ ഇഡിയുടെ അന്വേഷണത്തിൽ കുറ്റപത്രത്തിൽ പേരുണ്ടോ? AC മൊയ്തീന്റെ നിങ്ങൾ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നത്തിലാണ്. സാങ്കേതികമല്ല, അതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേജിൽ അന്വേഷണം നടത്തുകയാണ് ഇഡി. സംസ്ഥാന ഗവൺമെന്റ് ഒരു തരത്തിൽ സഹകരിക്കുന്നില്ല. സംസ്ഥാന ഗവൺമെന്റിന് അന്വേഷണം മാധ്യമങ്ങൾ പറ, കരുവന്നൂരിലെ പണം എങ്ങോട്ടാ പോയത്? ആരാ കൊണ്ടുപോയത്? BJP ആണോ കരുവന്നൂർ ബാങ്ക്? CPM അല്ലേ? ഇവർ തമ്മിലുള്ള അടി ജനങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടിയാണ്. കാരണം നമുക്കറിയാം സുരേന്ദ്രന്റെ കള്ളപ്പണ കേസ്, അതുപോലെ ലാവ്ലിൻ കേസ് 38 പ്രാവശ്യമാണ് മാറ്റിവെച്ചത്. ഇത് പരസ്പര ധാരണയുടെ ഭാഗമാണ്. ഞങ്ങൾ തീർത്ത് പറയുന്നു, ഈ പ്രാവശ്യം ഇടതുപക്ഷം സഹകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, ഒരു സംശയമില്ല. അങ്ങനെ ഇന്ത്യയുടെ ഭരണഘടന നിലനിൽക്കും. പൊന്നാനി മണ്ഡലത്തിൽ ഇത്തവണ UDF സ്ഥാനാർത്ഥിയുടെ വോട്ട് 1.5 ലക്ഷം കടക്കുമെന്നാണോ ഭൂരിപക്ഷം? 2 ലക്ഷത്തിന് മേളിൽ 2 ലക്ഷത്തിന് മുകളിൽ പോകും. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തരംഗമായിരിക്കും. അങ്ങനെ ഒരു തരംഗത്തിനുള്ള സാധ്യതയുണ്ടോ? എന്താ ചെറുപ്പക്കാരെ താങ്കൾക്ക് തോന്നുന്നു? തരംഗം എന്ന് പറയല, ഒരു തരംഗം ഇവിടെ ഉണ്ടാവില്ല. വെറുതെ നമ്മളിപ്പോ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ പ്രവർത്തിക്കാൻ ആൾക്കാർ വേണം. നിങ്ങളിപ്പോ ഈ പറഞ്ഞ നിങ്ങളുടെ ലീഡറെ മകളാണ് പത്മജ വേണുഗോപാലാണ് BJPയിലേക്ക് പോയത്. നിങ്ങളെ സ്വന്തം ആൾക്കാരെ പോലും നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ലാന്ന്. പിന്നെ എന്ത് ഇന്ത്യ മുന്നണിന്റെ ആയിട്ട് എന്താണ് കാര്യം? അത്രയും വലിയ നിങ്ങൾ എന്താ വെച്ചാൽ അത്രയും വലിയ നേതാക്കന്മാരെ കാര്യമില്ല. ഈ രാജേന്ദ്രൻ ദില്ലി പോയി BJPയുടെ നേതാവിനെ കണ്ടത് എന്ത് കാര്യത്തിനാണെന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായ കാര്യം എന്താണ് പരാമർശം? പത്മജ വ്യക്തിപരമായ കാര്യത്തിൽ പോയതാണോ? കോൺഗ്രസ് ജനാധിപത്യ മതേതര കക്ഷിയാണ്. അതുകൊണ്ട് കോൺഗ്രസിൽ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. BJP പറയുന്നേക്ക് ജനാധിപത്യ കക്ഷിയാണ്. അവൻ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയം സ്വീകരിക്കാൻ പോവാം. കോൺഗ്രസിലുള്ളവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷിയെ സ്വീകരിക്കാൻ പറ്റുമോ? അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് കോൺഗ്രസിന്. സ്വാതന്ത്ര്യം വേറെ, വേറെ പാർട്ടിയിൽ പോകുന്നത് വേറെ. ആ സ്വാതന്ത്ര്യം CPM കൊടുത്താൽ നെല്ലിക്കാച്ച കഴിച്ചതുപോലെ മൊത്തം ഒഴി പോകുന്നതാണ്.